ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 26-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ വായിച്ചടാ. The fourth term of an arithmetic sequence is 8. Find the sum of the pairs of terms given below. അപ്പം നമുക്കിവിടെ ഒരു ടേം തന്നിട്ട് നമുക്ക് വേറെ ഏതൊക്കെയോ ടേംസ് തമ്മിൽ കൂട്ടാനാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു ടൈപ്പ് അല്ലേ, പുതിയൊരു സെഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാടാ? 1. ഓക്കെ, അതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തോടാ? ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം എത്രയാ? A4. അപ്പം A4 തന്നിട്ടുണ്ട്. എത്രയാ? 8. നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് സമ്മ് കണ്ടുപിടിക്കണം, സം ഓഫ് ദ പെയർ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രിക്കും പഠിച്ചായിരുന്നു, അതുപോലെ തന്നെ ഫോർമുല വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഈ ക്വസ്റ്റിനകത്ത് അത് തന്നെ ട്രിക്ക് നമ്മൾ പഠിക്കും, ഫോർമുല വെച്ച് ചെയ്യാനും പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ഫോർമുല വെച്ച് ചെയ്യാനായിട്ട് നമ്മളൊരു വേറൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടോ, 3rd ചാപ്റ്ററിൽ ഫോർമുല വെച്ച് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും സിമ്പിൾ ആയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഇതാണ് പാർട്ട് എ. എന്തുവാടാ? സമ്മ് കണ്ടുപിടിക്കണം. ഏതൊക്കെയാ പാർട്ട് എനകത്ത്? തേർഡ് ടേമിനെ ഫിഫ്ത്ത് ടേമും തമ്മിൽ കൂട്ടുമ്പോഴത്തേക്കും ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നോക്കിയടാ, A3യും അതുപോലെ തന്നെ A5ഉം തമ്മിൽ കൂട്ടണം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. എത്ര കിട്ടും? എന്തോ ചെയ്യണ്ടേ? ഓക്കെ, ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. A4 ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ട്രിക്ക് നോക്കാം. എനിക്ക് A4 തന്നിട്ടുണ്ട്, 8 ആണ്. ഇത് 8 ആണ്. A4ന് തൊട്ട് മുമ്പത്തെ ടേമാണ് A3. A4ന് കഴിഞ്ഞിട്ടുള്ള അല്ലെ തൊട്ട് കഴിഞ്ഞിട്ടുള്ള ടേമാണ് A5. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പും പിമ്പും ആണെങ്കിൽ ഈ A5-ല് A4-ല് ഈ നടുക്കത്തെ ടേമിനെ നമ്മൾ 2h ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാ? 16 ആണ് നമ്മുടെ ആൻസർ. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 16 ആണ് കിട്ടുന്നത്. ടെക്സ്റ്റിൽ വൃത്തിയായിട്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വായിക്കാവോ? ടെക്സ്റ്റ് പേജ് നമ്പർ 25-ല് ഒന്ന് വായിച്ചടാ. എന്താ പറഞ്ഞേക്കുന്നത്? In an arithmetic sequence, the sum of two terms at the same distance behind and ahead at a behind and ahead. ഒരു ടേമിന് മുമ്പിലും പിമ്പിലും ഉള്ള സാധനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോഴത്തേക്കും സമ്മ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ട്വൈസ് ദ ടേം. ആ നടുക്കത്തെ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ടേം തന്നിട്ട് ഇവിടെ എന്തോ തന്നേക്കാം നമുക്ക്? A4. അതിന് ബിഹൈൻഡ് അല്ലെ എഹെഡ് ആൻഡ് ബിഹൈൻഡ്, മുമ്പിൽ കിടക്കുന്നതും പിമ്പേ കിടക്കുന്നതും തമ്മിൽ വന്ന് അതിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ, ആ രണ്ട് ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ നടുക്കത്തെ ടേമിനെ ഇൻറ്റു 2 വെച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയാ. ഈ ക്വസ്റ്റ്യൻ എന്തോ നമുക്ക് വന്നേക്കുന്നത്? ബി എന്തുവാണ്? അപ്പൊ A2ഉം A6ഉം കൂടെ തമ്മിൽ കൂട്ടാനാണ് വന്നേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. A4ന്റെ ഓക്കെ, ഇവിടെ A3 വരും, A2 വരും, ഇവിടെ എന്ത് വരും? A5ഉം A6ഉം. നോക്കിയടാ, മിഡിൽ ടേമിന്റെ കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ആ രണ്ട് ടേംസും കൂടെ തമ്മിൽ കൂട്ടാൻ വന്നേക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും? ഈ മിഡിൽ ടേമിനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എന്തുവാ അതിന്റെ ആൻസർ? 16. ഓക്കെ, അപ്പം സി എന്തുവാ? ഇതിന്റെ ആൻസർ 16 ആണ്. സി എന്തുവാ? സിയുടെ എന്തുവായിരുന്നു? A1ഉം A7ഉം കൂടെ തമ്മി എത്ര തന്നെ ആയിരിക്കും? ഇവിടെ നോക്കി, ഇതിനകത്ത് ഇവിടെ ഒരു അല്ലേ, നോക്കി ജസ്റ്റ് എ ഹെഡ് അല്ലേ, ബിഹൈൻഡ് തമ്മിൽ ചെയ്യുമ്പോൾ സെയിം തന്നെ ഇൻറ്റു 2, 16. സെയിം ആൻസർ തന്നെ ഇതിനകത്തും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഒരു ടേമിന്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നോക്കിക്കഴിഞ്ഞാൽ സെയിം ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേമിനെ ഇൻറ്റു 2 ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലേ. ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചപ്പോഴത്തേക്കും ആക്ച്വലി ഇത് അല്ലേ ചുമ്മാ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് പഠിച്ചത്. നമുക്ക് ഇനി എങ്ങനെ ഇത് റിയൽ ആയിട്ട് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫോർമുല വെച്ചിട്ട്, നമ്മുടെ ഫോർമുല എന്തുവാ? ബേസിക് ഫോർമുല എന്തുവാ? n-1 ഇൻറ്റു d. ഈ ഫോർമുല വെച്ചാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ആക്ച്വലി ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഇത് റിപ്പീറ്റ് അല്ലെ, പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 1 ഞാൻ ഒന്നുകൂടെ പറയുവാണ്. നമ്മുടെ എന്തൊക്കെയാ? തേർഡ് ടേം അല്ലേ, A4 തന്നിട്ടുണ്ട്. എത്രയാ? 8. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ an = a + n - 1 × d ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുവാടാ? നോക്കിയേ,
8 is equal to a plus 4 minus 1 അല്ലേ? കാരണം n എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4 minus 1 into d. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8 is equal to a plus 3d എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കി ഞാൻ എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാണ്, ഇവിടെ നമ്മുടെ ബാക്കി രണ്ടെണ്ണത്തിന് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A3യും A5നെയും ഞാൻ ഇതുപോലെ ആക്കാൻ പോവാ, എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. A3നെ എനിക്ക് എങ്ങനെ എഴുതാം? A plus 2d. ഓക്കെ, അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ 3 ആണെങ്കിൽ നമ്മൾ ഇക്വേഷനിലേക്ക് എഴുതുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം? ആ 3നെ ഒരെണ്ണം കുറച്ചിട്ട് എഴുതിയാൽ മതി, 3d അല്ലേ? 3dനെ 2d ആക്കും. അപ്പോൾ ഇതിനെയാണെങ്കിലോ a plus 4d. ഓക്കെ, ഇത് രണ്ടും കൂടെ തമ്മിൽ നമുക്ക് പ്ലസ് ചെയ്യാം. ഇപ്പോൾ എത്ര കിട്ടൂടാ? എയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 2a കിട്ടും. ഇനി 2dയും 4dയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60. ഇതിനകത്ത് 2ഉം 2ഉം കോമൺ ആണ്. പുറത്തോട്ട് എടുത്താലോ എന്ത് കിട്ടും? a plus 3d. കാരണം 6-നകത്ത് നിന്ന് 2 പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ബാക്കിയുള്ളത്? 3 ആണ്. അപ്പോൾ നമ്മൾ നോക്കിയടാ, ഇനി നോക്കിയേ, 2 ഇൻറ്റു ഈ സംഭവം എന്ന് പറയുന്നത് ഈ സംഭവം തന്നെ അല്ലേ? ഇക്വേഷൻ നമ്പർ 1 അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഫ്രം ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്തെഴുതാം? ഈ a plus 3d എന്ന് പറഞ്ഞ് നമ്മളിവിടെ 8 ആണ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ 8 അങ്ങ് ഇട്ട് കൊടുക്കാം. സോ 2 into 8 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 16. ഇത്രേ ഉള്ള ആൻസർ. അപ്പം ഇതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബി ചെയ്താലോ, പെട്ടെന്ന് ചെയ്താലോ നോക്കിടാം. എന്തുവായിരുന്നു ബി തന്നേക്കുന്ന ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഏതാ? സെക്കൻഡ് ടേം A2ഉം പ്ലസ് A6. A2 എന്തുവാ? a പ്ലസ് 1d എന്ന് വെച്ചാൽ d തന്നെ, പ്ലസ് A6 എന്ന് വെച്ചാൽ a പ്ലസ് 5d. സെയിം തന്നെ. നിങ്ങളെ ബുക്ക് എടുക്കുക, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുക കേട്ടോ. എന്തുവാടാ? എയും കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2a കിട്ടും, പ്ലസ് 6d തന്നെ കിട്ടി. അപ്പോൾ ഇതിനകത്ത് നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് 3d കിട്ടും. a പ്ലസ് 3d എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 into 8, അതായത് 16. സെക്കൻഡ് പാർട്ട് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്തു. നമ്മുടെ തേർഡ് പാർട്ടിലേക്ക് പോവാം. തേർഡ് പാർട്ട് എന്തുവാടാ? A1ഉം A7ഉം. A1ന് നമുക്ക് എഴുതാൻ നേരത്ത് a പ്ലസ് എന്ത് വരും? ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ നോക്കാം. A1 എന്ന് പറയുമ്പോഴത്തേക്കും a പ്ലസ് n മൈനസ് 1 അല്ലേ? അപ്പോൾ n എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലേ? 1 മൈനസ് 1 ഇൻറ്റു d എന്ന് വരും, ഇസ് ഈക്വൽ ടു a പ്ലസ് 1 മൈനസ് 1 എന്ന് വെച്ചാൽ 0 ഇൻറ്റു d. 0 ഇൻറ്റു d എന്ന് വെച്ചാൽ 0 തന്നെ. അപ്പം പ്ലസ് a എന്ന് വരും. a പ്ലസ് 0 എന്ന് വെച്ചാൽ a തന്നെ. അപ്പോൾ a എന്ന് മാത്രമേ ഉള്ളൂ, A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ A7 എന്ന് വെച്ചാലോ a പ്ലസ് 6d. അപ്പോൾ എയും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് 2a പ്ലസ് 6d. അപ്പോൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? a പ്ലസ് 3d അല്ലേ? സോ 2 ഇൻറ്റു a പ്ലസ് 3d എന്ന് വെച്ചാൽ 8 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ തേർഡ് ആൻസർ നമുക്ക് 16 കിട്ടി. അപ്പം ഇതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു, ട്രിക്ക് പഠിച്ചു. ട്രിക്കാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫസ്റ്റ് പാഠത്തിൽ യൂസ് ചെയ്യേണ്ടത്. തേർഡ് പാഠത്തിൽ വരുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ചേർത്തുള്ള സംഭവമാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? സംഭവം സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ, ഒരു മൊത്തം 4 പാർട്ടാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. എന്തോടാ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? ഓക്കെ, ഇനി ഇവിടെ വന്നേക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? സം ഓഫ് ദ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ആ ഫോർത്തും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാ? A3 പ്ലസ് A4 പ്ലസ് A5. ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. എന്നാലും ചോദിക്കേ, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് 16 കിട്ടും അല്ലേ? എന്ന് വെച്ചാൽ 8 into 2. അപ്പം ഒരെണ്ണം കൂടെ വരും. ഇത് 8 തന്നെയല്ലേ? അപ്പോൾ 8 into 3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ വൃത്തിയായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. എന്തുവാ ഈ ഒരു ട്രിക്കും പറയുന്നുണ്ട്. എന്തുവാ പറയുന്നത്? പേജ് നമ്പർ 25 പറഞ്ഞേക്കുന്നതെന്ന് വായിച്ചേ. In an arithmetic sequence, the sum of a term and the consecutive terms at the same distance behind and ahead is the product of this term and the number of terms. അപ്പോൾ ഈ കാര്യം ആണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്തുവാ? നമ്മുടെ ഈ മിഡിൽ ടേം അല്ലേ, A4, അതുപോലെ തന്നെ എഹെഡും ബിഹൈൻഡിലുള്ളതും കൂടെ തമ്മി എല്ലാം കൂടെ തമ്മി ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വന്നേക്കുന്നത് ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എത്രയാണോ ടേംസ് ഉള്ളത് നോക്കണം. എത്രയാണോ ഉള്ളത്? 1 2 3 3 ടേംസ് ഉണ്ട്. അതേ ഇൻറ്റു ആ മിഡിൽ നമ്പർ എത്രയായിരുന്നു? 8. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ? നമ്മുടെ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്തുവാടാ? തേർഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തുവാ ഇവിടെ വന്നേക്കുന്നത്? What is the sum of the 5 terms from second to the sixth?
സെക്കൻഡ് തൊട്ട് 6th വരെയുള്ള ഈ 5 ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 5 കോൺസിക്യൂട്ടീവ് ടേംസ്, കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അടുത്തടുത്ത ടേംസ്. അപ്പോൾ ഈ 5 അടുത്തടുത്ത ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ മിഡിൽ ടേം നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ് നമുക്ക് നിൽക്കുന്നത്? സെക്കൻഡ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6. ശരിക്കും പറഞ്ഞാൽ A4 നമുക്കറിയാം, 4 8 ആണ്. എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5 ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. നോക്കി A4ൻ്റെ അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റായിട്ട് കിടക്കുന്ന നമ്പേഴ്സ് അല്ലേ? അപ്പം അങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേമിൻ്റെ ഇൻറ്റു എത്ര ടേംസ് ആണെന്ന്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 ആണ് ഇതിൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4th ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ? What is the sum of the 7 terms? the 7 terms. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A1 തൊട്ടാണ് അല്ലേ? സോ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6 പ്ലസ് A7. നോക്കി A4 ആണ് മിഡിൽ. അവിടുന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? A4 എന്ന് വെച്ചാൽ 8 ഇൻറ്റു എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 ഇൻറ്റു ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 56 കിട്ടും. ഓക്കെ, ഇത്ര ഉള്ള ആൻസർ. സെറ്റ് അല്ലേ? അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വേറെ മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ വേറെ മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാടാ? ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ടേംസ് ഇപ്പം A3 A4 A5 ആണ്. അതിന് പകരം നമുക്ക് എന്തെടുക്കാം? ഓക്കെ, സോ ഫോർമുല ബേസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ A3 അല്ലായിരുന്നു? A3 പ്ലസ് A4 പ്ലസ് A5 അല്ലേ? A3ക്ക് പകരം നമുക്ക് എന്തെടുക്കാം? A പ്ലസ് 2D. A4ന് വരെ എന്തെടുക്കാം? A പ്ലസ് 3D. A5ന് വരെ എന്തെടുക്കാം? 4D. ഇതെല്ലാം കൂടെ തമ്മിൽ പ്ലസ് ആണ് ചെയ്യേണ്ടത്. എയും കൂടെ പ്ലസ് ചെയ്ത് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 90 അല്ലേ? അപ്പം ഇനി 3 ഇവിടുന്ന് പുറത്തെടുക്കാം. അപ്പോൾ എത്ര കിട്ടും ബാക്കി? A പ്ലസ് 3D. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നത്. A പ്ലസ് 3D എന്ന് പറഞ്ഞാൽ എത്രയാ? 8 അല്ലേ? കാരണം എന്താ? A4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ A4നെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? A പ്ലസ് 3D. അത് നമുക്ക് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 8. അപ്പോൾ 3D 24. ഈ സെയിം തന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യാം. എന്തുവാടാ പറഞ്ഞതാ? തേർഡ് ക്വസ്റ്റിന് എന്തായിരുന്നു? 2 അല്ലേ? A2 പ്ലസ് A3 പ്ലസ് A5 പ്ലസ് A6. ഓ, കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യാനായിട്ട് നമ്മൾ അല്ലേ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഞാൻ എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തരുമോ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്താൽ മതി? A പ്ലസ് 2D അല്ല 3D 2 എന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരും? A പ്ലസ് D അല്ലേ? A പ്ലസ് D പ്ലസ് A പ്ലസ് 2D പ്ലസ് A പ്ലസ് 3D പ്ലസ് A പ്ലസ് 4D പ്ലസ് A പ്ലസ് 5D. ഇത്ര ഉള്ളല്ലോ. ഇനി A ഒക്കെ എത്ര ഉണ്ട്? 1 2 3 4 5 A ഉണ്ട് പ്ലസ് അപ്പം 15D എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് 5 പുറത്തെടുക്കാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പുറത്തെടുത്ത് കഴിഞ്ഞാൽ A പ്ലസ് 3D. അപ്പോൾ നോക്കിയടാ, ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു A പ്ലസ് 3D എന്ന് വെച്ചാൽ 8. നമുക്ക് കിട്ടിയില്ലേ? 40 കിട്ടില്ലേ? അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് 4000 ചെയ്യാം. പക്ഷെ ഇത്രയും പാടുപെട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ, ഇത്രയും പാടാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് നമുക്ക് ഒരു നൈസായിട്ടൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു സാധനം തന്നേക്കുന്നത്. ആ സാധനം പഠിച്ചു വെച്ചേക്കാം, ആ മഞ്ഞ ബോക്സ്. അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.